എൻ്റെ പേര് കലാകുമാരി. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ പൂവാറിൽ നിന്ന് വരുന്നു. ആദ്യമേ തന്നെ എൻ്റെ മകൾ ശ്രുതി, ഡോക്ടർ ശ്രുതി. ആദ്യമേ തന്നെ ഞങ്ങളിവിടെ വരാനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കാനും ഞങ്ങളെ സഹായിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യം 2023 സെപ്റ്റംബർ 29-നാണ് ഞാനിവിടെ വന്നത്. അതിനു മുൻപേ തന്നെ ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ അത്രയധികം ഞങ്ങളെ ക്രൈസ്തവരാണ്. പക്ഷേ ഞങ്ങൾ അന്ന് ആ സമയത്ത് ഒരു ഭയങ്കരമായ ബുദ്ധിമുട്ടിലായിരുന്നു. ഞങ്ങളുടെ വീട് ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലോണ് 6 ലക്ഷം രൂപ എടുത്ത് വെച്ച ലോണാണ്. അത് കോവിഡ് വന്നതോടുകൂടി അതിൻ്റെ അടവ് നിന്നു. ഞങ്ങളുടെ ബിസിനസ് തകർന്നു. അവസാനം വീടിന് ജപ്തി നോട്ടീസ് വന്നു. ജപ്തി നോട്ടീസ് അവർ വീട്ടിൽ കൊണ്ടുവന്ന് തൂക്കി. അങ്ങനെ ഞങ്ങൾ ശരിക്കും കുറേ ആൾക്കാരെയൊക്കെ ഞങ്ങൾ സമീപിച്ചു. പക്ഷേ ആരും ഞങ്ങളെ സഹായിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ശരിക്കും ഞങ്ങൾക്ക് 3 മക്കളാണ്. 3 പേരും ഡോക്ടറാണ്. ഈ മകൾ ദന്ത ഡോക്ടർ, ഇളയ 2 ആളും MBBS ഡോക്ടർമാർ. 3 പേരും പഠിച്ചിറങ്ങി. അപ്പോൾ ആ ടൈമിൽ 2029 അവർ പഠിച്ച് ഹൗസ് സർജൻസി ഒരാൾ എത്തി നിൽക്കുകയാണ്, ഒരാൾ 4ാമത്തെ വർഷം. അങ്ങനെ ആ ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ പിള്ളേരുടെ പഠിത്തവും എല്ലാം കൂടെ ആയപ്പോഴാണ് ഞങ്ങൾക്ക് ലോൺ അടയ്ക്കാൻ ബുദ്ധിമുട്ടായിപ്പോയത്. അങ്ങനെ ബാങ്കുകാരൻ ഞങ്ങളെ സമീപിച്ച് ഒന്ന് പുതുക്കി തരാൻ ചോദിച്ചിട്ട് അവർ ഒരു കാരണവശാലും പുതുക്കി തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീട് ജപ്തിയുടെ വക്കിലെത്തി. ജപ്തിയായി. ആ സമയത്താണ് ഒരു ചേച്ചി, ഞങ്ങൾ എപ്പോഴോ കണ്ടൊരു പരിചയമുള്ള ഒരു ചേച്ചി എന്നെ കാണുകയും അവർ മാതാവിൻ്റെ കാര്യങ്ങളെപ്പറ്റി പറയും. നിരന്തരം അവർ എന്നോട് പറഞ്ഞു ഒന്ന് പോയി നോക്ക്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അമ്മ എന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഒരു ദിവസം ഞങ്ങൾക്ക് എവിടെയാണെന്ന് പോലും അറിയില്ല ചോദിച്ചിങ്ങ് ഇവിടെ കലവൂർ വന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഉടമ്പടി എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടല്ല വന്നത്. പക്ഷേ അമ്മ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് അമ്മ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കണ്ടത് എല്ലാം തകർന്ന് ഞങ്ങളിവിടെ വന്ന് മുട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് അമ്മ എനിക്കൊരു സമാധാനം തരണം, ഞങ്ങളുടെ വീടാണ്, എൻ്റെ കുട്ടികൾക്ക് വേറെ ഒന്നുമില്ല. അങ്ങനെ മാതാവ് എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി സത്യം. അപ്പോൾ എനിക്ക് ഉറപ്പായി അമ്മ ഞങ്ങൾക്ക് ഈ വീട് തിരിച്ചു തരും. അന്ന് തന്നെ ഉടമ്പടി എടുക്കാൻ സാധിച്ചു. ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ട് വീട്ടിൽ പോയി. അന്ന് മുതൽ ഞങ്ങൾ എൻ്റെ മാതാവിൻ്റെ കാശുരൂപവും ഈ ഉടമ്പടി വസ്തുക്കളും കൊണ്ടുള്ള ഒരു പോരാട്ടമായിരുന്നു. ഞങ്ങളുടെ ആയുധം അത് മാത്രമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹെഡ് ഓഫീസിൽ പോയി മാതാവിൻ്റെ ഈ ഉടമ്പടി വസ്തുക്കളും മാതാവിൻ്റെ കാശുരൂപം കൊണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ചു. അവരാണെങ്കിൽ ഒരു ലേഡി ആയിരുന്നു അസിസ്റ്റൻറ്റ് മാനേജർ, റീജിയണൽ മാനേജർ. ഞങ്ങൾക്കൊരു കാരണവശാലും ഈ വീട് തരില്ല എന്ന് പറഞ്ഞു. കാരണം 20 ലക്ഷത്തിൽ കൂടുതൽ ബാധ്യതയാണ്. അപ്പം ജപ്തി തന്നെയാണ് വഴിയെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒന്നും മിണ്ടിയില്ല. അമ്മയുടെ കാശുരൂപം വച്ചിട്ട് ഞാൻ അവരുടെ മുഖത്ത് നോക്കിയിരുന്നു. ആ സമയം വരെ ഞങ്ങൾക്ക് എതിരായിട്ട് സംസാരിച്ച മാനേജർ ഞങ്ങൾക്ക് അനുകൂലമായിട്ട്. അപ്പം ഞാൻ എൻ്റെ അമ്മയെ അവരിൽ ദർശിച്ചു. എൻ്റെ അമ്മ അവിടെ വന്നു. അവരുടനെ തന്നെ ബ്രാഞ്ച് മാനേജറെ വിളിച്ച് പറഞ്ഞു ഇവരുടെ മകൻ്റെ പേരിൽ ആ ലോണ് പുതുക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പം മകനാണെങ്കിൽ ആ സമയത്ത് ഹൗസ് സർജൻസി കഴിഞ്ഞ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലിക്ക് ആ സമയം കയറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. 3 മാസമായിട്ടുള്ളൂ. ഒരിക്കലും ഒരു കാരണവശാലും ഒരു സാലറി സർട്ടിഫിക്കറ്റ് ഹോസ്പിറ്റലുകാർ തരില്ല. പക്ഷേ ഈ കാശുരൂപം കൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് കൊടുത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു മോനൊന്ന് ശ്രമിച്ച് നോക്ക്, അമ്മ വരും നമ്മുടെ കൂടെ. അങ്ങനെ ഞങ്ങളൊരു പോരാട്ടം തന്നെയായിരുന്നു. അമ്മ ഞങ്ങൾക്ക് വേണ്ടി പോരാടി. അതിൻ്റെ ഫലമായിട്ട് 3 മാസം പോലും ജോലിയിൽ കയറി 3 മാസമായിട്ടേ ഉള്ളൂ സാലറി സർട്ടിഫിക്കറ്റ് തന്നു. കാരണം നല്ല ഒരു സാലറിയുടെ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ലോൺ പുതുക്കി തരും. അത് എനിക്കറിയില്ല അമ്മ എന്തൊക്കെയാണ് അമ്മ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞങ്ങളൊന്നും ചെയ്തില്ല. എൻ്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പോരാടി. എൻ്റെ കൃപാസന അമ്മ ഞങ്ങൾക്ക് എൻ്റെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട എൻ്റെ അമ്മ എന്നെ അവിടെ പൂവാറ് കിടന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് ഉടമ്പടി എടുപ്പിച്ച് എൻ്റെ അമ്മ ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളുടെ ആ വീട് ഞങ്ങളുടെ ആകെ ഒരു സ്വത്താണ്. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള വീട്. ആ വീട് ഞങ്ങൾക്ക് സന്തോഷമായിട്ട് അമ്മയും തിരുക്കുമാരനും ഞങ്ങളുടെ കൈ വെള്ളയിൽ വെച്ച് തന്നു. അതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. 2ാമതായിട്ട് എൻ്റെ 3ാമത്തെ മകന്, അവനും ഡോക്ടറാണ്. അവനാണെങ്കിൽ ഈ ഹോസ്റ്റലിലൊക്കെ നിന്നത് കാരണം അവൻ്റെ മുടി പൊഴിച്ചിൽ അവൻ വന്നിട്ടില്ല. മുടി പൊഴിച്ചിൽ കാരണം ഭയങ്കരമായ സങ്കടത്തിലായിരുന്നു. ഞങ്ങൾ അവന് ശരിക്കും ചിരിച്ച് തള്ളി. കാരണം മുടി പൊഴിച്ചിൽ ഉണ്ടാകുമല്ലോ സാധാരണ, അതിനെന്തിനാണ് ഇങ്ങനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നതെന്ന്. പക്ഷേ അച്ഛൻ ഒരിക്കൽ ഒരു ടോക്കിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞു മുടി പൊഴിയുന്നവർക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടാണ്, നമുക്ക് കേൾക്കുന്നവർക്കൊരു പരിഹാസമായിട്ട് തോന്നും, അതനുഭവിക്കുന്നവർക്ക് ഭയങ്കര പാടാണ്. അന്ന് മുതൽ ഞാൻ
ശരിയാണല്ലോ, ഞാൻ അവനെ ഇതുവരെ പരിഹസിച്ചതല്ലേ ഉള്ളൂ. അമ്മയുടെ നേർച്ച വസ്തുക്കൾ അവൻ്റെ തലമുടിയിൽ നെറ്റിയിൽ പുരട്ടി പ്രാർത്ഥിച്ച്. അവന് വിശ്വാസം കുറച്ച് കുറവാണ് ആ കൊച്ചിന്. ആദ്യമൊക്കെ അവനുണ്ടായിരുന്നു. ഈ തലമുടി കാരണം അവന് ദൈവത്തിന് വരെ ഒരു വിഷമിക്കും, അവന് പ്രാർത്ഥിക്കാനൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, നമ്മൾ കൃപാസനമ്മ ഇവിടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയാണ്. നമ്മൾ എന്ത് കാര്യത്തിനും ദൈവത്തിനെ വിളിച്ചാൽ മതി, യേശു നമ്മുടെ കൂടെ ഉണ്ടാകും. അങ്ങനെ അവനോട് പറഞ്ഞു. ഞങ്ങൾ അവൻ്റെ തലയിൽ ഇതൊക്കെ ഉടമ്പടി വസ്തുക്കളിട്ട് നേർച്ച പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ അവന് ഇപ്പോൾ ഒരു ചികിത്സയിലൂടെ തന്നെ മുടി ആ ഒരു കാര്യത്തിൽ വീടിനേക്കാളധികം ഞങ്ങൾക്ക് സന്തോഷമായി. കാരണം അവൻ മാനസികമായിട്ട് തകർന്നു പോകുമോ എന്നുള്ള ഒരു ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക്. അങ്ങനെ അവനിപ്പോൾ സന്തോഷവാനായിട്ട് അവനും ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി. ഇത് എൻ്റെ മൂത്ത മകളാണ് ശ്രുതി, ശ്രുതി ദന്ത ഡോക്ടറാണ്. അപ്പം മകൾക്കാണെങ്കിൽ എപ്പോഴും ഭയങ്കര അലർജിയാണ്, എല്ലാ മരുന്നും ഡ്രഗ് അലർജിയാണ്. ഒരു മരുന്ന് പാരസെറ്റാമോൾ പോലും ഇവക്ക് ചേരില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഇവക്ക് ഡെങ്കി ഫീവർ വന്നു. അത് മകൾ തന്നെ പറയും, അവളുടെ കയ്യിൽ കൊടുക്കും. എൻ്റെ പേര് ശ്രുതി, ഞാൻ ദന്ത ഡോക്ടറാണ്. ഞാൻ ഹോസ്റ്റലിൽ നിന്നായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്തൊന്നും വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ പോയെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് വേറൊരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എനിക്കൊരു ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വന്നു. ആ സമയത്ത് കുറച്ച് കാലം കഴിഞ്ഞ് അവിടെ ദിവസവും നിരന്തരം പഠിക്കേണ്ടിയുള്ള ഒരു സാഹചര്യമായിരുന്നു. കാരണം വേറെ ഒന്നിനും നമുക്ക് പോകാൻ പറ്റില്ല, വേറെ ഹോസ്പിറ്റലുകളിൽ ചെക്ക് ചെയ്യാനോ അങ്ങനെയൊന്നുമില്ല. ആ ഒരു സാഹചര്യത്തിൽ എനിക്കൊരു പനി വന്നു. പനി വന്നത് കടുത്ത തലവേദനയോട് കൂടി വന്ന ഒരു പനിയാണ്. ആദ്യം തന്നെ എനിക്ക് തോന്നി, അയ്യോ പനി പാളിയോ, കാരണം എനിക്കൊരു മരുന്നും ചേരില്ല, അലർജിയാണ്. ദൈവത്തിന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മ അന്നേരം ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ സമയത്ത് അമ്മ പറഞ്ഞു, ഞാൻ എടുത്തതായാലും നീ എടുത്തതായാലും നമ്മുടെ കൃപാസന അമ്മ കൂടെയുണ്ട്, നീ പ്രാർത്ഥിക്ക്. പിറ്റേ ദിവസം അമ്മ വന്ന് എന്നെ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പനി കുറയുന്നില്ല. ഞങ്ങൾ ചേരുന്ന ഒരു മരുന്ന് കഴിച്ചു നോക്കി, പക്ഷെ പനി കുറവില്ല. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ ബ്ലഡ് കൗണ്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവായിരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡെങ്കി ഫീവറാണ്, നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്, ഇതിനധികം മരുന്നുകളില്ല, ഉണ്ടെങ്കിൽ തന്നെ കുട്ടിക്ക് ചേരുമോയെന്നറിയില്ല, കാരണം അലർജിയാണ്. അപ്പം തന്നെ അമ്മ കൃപാസന മാതാവിനെ അവിടെ വെച്ച് തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങി. ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ഡോക്ടർ പറഞ്ഞു കൗണ്ട് കുറയാതെ നോക്കണം, ഇനി കുറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിറ്റ് ആക്കേണ്ടി വരും, ICUലാക്കേണ്ടി വരും, അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷനുണ്ട്. അപ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞയച്ചു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം അമ്മ നിരന്തരം, അതായത് അന്ന് മുതൽ രാത്രി അമ്മ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ അമ്മയുടെ കാശുരൂപം കയ്യിൽ തരും, അതും പിടിച്ചുകൊണ്ട് വേണം ഉറങ്ങാനെന്ന് പറഞ്ഞ്. പിന്നെ അമ്മയുടെ ഉപ്പും എണ്ണയും ദിവസവും എല്ലാ നേരവും എൻ്റെ മേൽ പ്രയോഗിച്ചു. ഞാൻ ഉപ്പ് എല്ലാ ദിവസവും വെള്ളത്തിലിട്ട് കഴിക്കും, ഉടമ്പടി തൈലം നെറ്റിയിൽ പുരട്ടും. അതല്ലാതെ വേറൊരു ചികിത്സാവിധി ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അത്രയ്ക്കും ഞങ്ങൾക്ക് വിശ്വാസമായിരുന്നു എൻ്റെ അമ്മയെ. കാരണം ആ ഒരു സമയത്തോടു കൂടി അമ്മ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കൃപാസന മാതാവ് തിരുക്കുമാരനോട് മധ്യസ്ഥ അപേക്ഷിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ആ വിശ്വാസത്തിൽ തന്നെയായിരുന്നു ഞാൻ എൻ്റെ രോഗത്തിനെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചത്. ഒരാഴ്ച കഴിഞ്ഞതും ഞങ്ങൾ വീണ്ടും കൗണ്ട് ചെക്ക് ചെയ്യാൻ പോയി. വേറൊരു മരുന്നും ചെയ്തിട്ടില്ല, സത്യമാണ് പറയുന്നത്. വേറൊരു മരുന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല, വേറൊരു മരുന്നും എനിക്ക് ചേരുകയില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോഴേക്കും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടി. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എന്ത് പറഞ്ഞറിയിക്കണമെന്നറിയില്ല. കാരണം ചികിത്സയില്ലാതെ ഇത് എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു ഡോക്ടറാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ദൈവമാണ് ഏറ്റവും വലിയ വൈദ്യൻ. എൻ്റെ കൃപാസന അമ്മ തന്നെയാണ് എന്നെ രക്ഷിച്ചതെന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. അതുതന്നെയാണ് സത്യവും. മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, അവളും ഇപ്പോൾ ഉടമ്പടിയിലാണ്. ഞങ്ങൾ ഒരു ഹിന്ദു ആണ്, ക്രൈസ്തവരാണ്. അതിൽ കാര്യമില്ല. കാരണം ദൈവം ജ്ഞാനസ്നാനത്തിലൂടെ അല്ലാതെ നേരിട്ട് കുറേ ആൾക്കാരെ എടുക്കും, അതിൽപ്പെട്ടതാണ് ഞങ്ങളും. എൻ്റെ ദൈവം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ഏത് സമയം മാതാവും അമ്മയും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതിന്. പിന്നെ ഉടമ്പടിയിൽ വയ്ക്കാത്ത ഒരുപാട് കുഞ്ഞു കാര്യങ്ങൾ. എനിക്ക് യൂട്രസിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ബ്ലീഡിങ് ആയിരുന്നു. അതിൻ്റെ സ്കാൻ ചെയ്തപ്പോൾ കുരുക്കളുണ്ടായിരുന്നു. അപ്പോൾ യൂട്രസിന് ഒരു ചെറിയ മൈനർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. പക്ഷേ അത് ചെയ്യേണ്ടി വന്നില്ല. മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഓപ്പറേഷൻ വേണ്ട, എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് മാതാവ് എനിക്ക് അമ്മയുടെ ഈ എണ്ണയും ഈ പരിശുദ്ധ എണ്ണയും അതുപോലെ തന്നെ ഉപ്പും കൊണ്ട് എനിക്ക് അത് ഭേദമാക്കി തരാൻ പറഞ്ഞു. 1 വർഷമായിട്ട് അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഒരുപാട് ചെറിയൊരു ഗ്ലോമസ് ട്യൂമറുണ്ട്, അതും ഇപ്പോൾ ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല, ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചു. പിന്നെ നിരന്തര ആത്മീയ ജീവിതമാണെങ്കിൽ ഞങ്ങളങ്ങനെ അറിയാമല്ലോ, ഹിന്ദുക്കൾക്ക്
ക്രൈസ്തവരായിട്ടുള്ളവർ അങ്ങനെ ഒരു പിന്നെ പ്രാർത്ഥനാ ജീവിതം അവർക്ക് സ്ഥിരമായിട്ടില്ല. പക്ഷേ ഞങ്ങൾ യേശുവിനെ മുമ്പേ തന്നെ എനിക്ക് എൻ്റെ ദൈവത്തിന് അറിയാം. ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എണീക്കും. അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, അച്ഛൻ്റെ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കെടുക്കും. അത് കഴിഞ്ഞ് വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥന എല്ലാം പിന്നെ ഞങ്ങൾ അതുപോലെ കൊന്ത ചെല്ലും. ദിവസവും ഞാൻ ബൈബിൾ വായിക്കും ഇപ്പോൾ അരമണിക്കൂറിൽ കൂടുതൽ. അതുമാത്രമല്ല, എനിക്കൊരാഗ്രഹം ബൈബിളിലെ വചനങ്ങൾ 8000 സംതിങ് വചനങ്ങൾ ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ആ വചനങ്ങൾ ഞാൻ എൻ്റെ കുറേ ബുക്കുകൾ വാങ്ങി അതിപ്പോൾ സന്ധ്യയ്ക്കിരുന്ന് അതിലെ വചനങ്ങൾ എഴുതും. മത്തായി സുവിശേഷം ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമാണ് എനിക്ക്. ഒരു ദിവസം അതിൽ ഒരു വചനമെങ്കിലും യേശുവിൻ്റെ എഴുതിയില്ലെങ്കിൽ എന്തോ എനിക്ക് നഷ്ടമായതുപോലെയാണ്. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് ഒരുപാടൊന്നും വേണ്ട. ഞാൻ എൻ്റെ യേശുവിനോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സ്വത്തുക്കളോ വകയോ ഒന്നും വേണ്ട, എനിക്ക് സന്തോഷമായിട്ടുള്ള എൻ്റെ ദൈവത്തിനെ അറിയണം, ദൈവം എൻ്റെ കൂടെ വന്ന് ഞങ്ങളുടെ കൂടെ വസിക്കണം. എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ആ സമയത്ത് നമ്മളെല്ലാവരും കൈവിടും. സഹോദരങ്ങളാകട്ടെ, ബന്ധുക്കളാകട്ടെ, ആരും നമുക്ക് തുണ തരില്ല. ആ ദൈവത്തിനങ്ങ് മുട്ടിലിരുന്ന് യേശുവിനങ്ങ് മനസ്സറിഞ്ഞ് സ്നേഹിച്ചാൽ മതി. അവനെ സ്നേഹിക്കണം, അവനെ കൂടെ വിളിക്കണം വീട്ടിൽ. ദൈവമേ, നീ എൻ്റെ കൂടെ വരണം. എന്തിനും ഞാൻ എൻ്റെ കുട്ടികളോട് പറയും, നിങ്ങൾ അങ്ങനത്തെ ഒരു കാരണം യേശു വലിയ വൈദ്യനാണ്. ആ ദൈവത്തിൻ്റെ അതും എൻ്റെ യേശുവിനോട് പ്രാർത്ഥിച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മക്കൾക്ക് ഈ ഒരു ഫീൽഡ് ഡോക്ടറായിട്ട് ദൈവം അവരിലൂടെ പ്രവർത്തിച്ച് അനേകം രോഗികൾക്ക് സൗഖ്യം കൊടുക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ച് തന്നെയാണ് എൻ്റെ മക്കൾക്ക് എൻട്രൻസിലൂടെ. ആർക്കും കിട്ടാത്ത വലിയ ഭാഗ്യമാണ്. എൻ്റെ വീട്ടിൽ 3 ഡോക്ടർമാരാണ്. അങ്ങനെ ഒരു അഭിമാനം എൻ്റെ കഴിവല്ല, ഒരിക്കലും ഞങ്ങളുടെ മെറിറ്റ് കൊണ്ട്, എൻ്റെ കുട്ടികളുടെ കഴിവുകൊണ്ടല്ല. എൻ്റെ ദൈവം ഇത്രയും അനേകം പിള്ളേർ എഴുതിയതിൽ എൻട്രൻസിലൂടെ മെറിറ്റിൽ അഡ്മിഷൻ തന്ന് ഒരു പൈസ ഇല്ലാതെ എൻ്റെ കുട്ടികൾ പഠിച്ച് പിന്നെ പഠിക്കാനായിട്ട് കുറച്ച് കാശൊക്കെ ചിലവാക്കേണ്ടി വന്നു. അവരിപ്പോൾ 3 പേരും ഡോക്ടറാണ്. അഭിമാനമുള്ള അച്ഛനും അമ്മയായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അത് എല്ലാം എൻ്റെ ദൈവം, എൻ്റെ യേശു, എൻ്റെ മാതാവും ഞങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളാണെങ്കിൽ ഒരുപാടൊന്നും ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ അതിൻ്റെ ഒരു ഇതില്ല. എങ്കിലും ഞങ്ങൾ വൃദ്ധസദനത്തിൽ കുറച്ച് അമ്മമാർക്ക് ആഹാരം കൊടുക്കും. പിന്നെ രോഗികളെ സന്ദർശിച്ച് ഞങ്ങളെക്കൊണ്ട് കഴിവുള്ള സാമ്പത്തിക സഹായം ചെയ്യും. പത്രം ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ബസ് സ്റ്റാൻഡുകളിൽ, ഓട്ടോ സ്റ്റാൻഡിൽ, വീടുകളിൽ അവിടെ പോയി ഞാൻ വെറുതെ കൊടുക്കില്ല. എൻ്റെ യേശുവിനെ പറ്റി അറിഞ്ഞവർക്ക് ആഴപ്പെടുത്തുകയും അറിയാത്തവരെ ഞാൻ ഒരുപാട് വചനങ്ങൾ വഴി ഞാൻ എവിടെ സഞ്ചരിച്ചാലും, ഒരു ബസ്സിൽ സഞ്ചരിച്ചാൽ എൻ്റെ അടുത്തിരിക്കുന്ന സീറ്റിലിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ അവരോട് സത്യം പറഞ്ഞാൽ ഞാൻ പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. ക്രൈസ്തവ സഹോദരങ്ങൾ ഒരിക്കൽ പോലും അവർ യേശുവിൻ്റെ വചനങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ അടുത്തിരുന്നത് പറഞ്ഞു തന്നിട്ടില്ല. കുഞ്ഞിലേ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ സഞ്ചരിക്കുന്ന വഴിയിൽ ഞാൻ അവരോട് പറയും. അപ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതാണോ ചേച്ചി പറഞ്ഞു തരുന്നത് എന്ന് വരെ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഞാനില്ല. എനിക്ക് ആരുടെയെങ്കിലും യേശു പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ 2 പേര് കൂടുന്നിടത്ത് എന്നെ മഹത്വപ്പെടുത്തിയാൽ ഞാൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് എൻ്റെ യേശുവിൻ്റെ പ്രസൻസ് ഞാൻ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ പോയിരുന്നാലും രാത്രി എപ്പം ഞാൻ ഉറക്കം എനിക്ക് ഉണർന്നിരുന്നാലും എൻ്റെ മാതാവിനെ, എൻ്റെ യേശുവിനെ ഞാൻ രാത്രി ഈ കയ്യിൽ എൻ്റെ കൊന്ത വച്ച് എൻ്റെ മാതാവിനെ പ്രാർത്ഥിച്ച് ഞാൻ കൊന്ത ചൊല്ലി ജപമാല പറഞ്ഞാണ് ഞാൻ ഉറങ്ങുന്നത്. എന്നെ എപ്പോൾ ഓർമ്മ വരുന്ന എൻ്റെ കയ്യിൽ നിന്ന് അത് വീഴ്ന്നിട്ടേ ഇല്ല. ഈ കാശ് രൂപമാണ് ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിറങ്ങുന്ന സത്യം. ഞാൻ അതിനു മുമ്പ് തന്നെ രാത്രി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. രാത്രി ഇങ്ങനെ ആരോ വന്ന് ചങ്കലി പിടിക്കുന്നതായിട്ടൊക്കെ നേരത്തെ. പക്ഷേ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് ഞാൻ അമ്മയുടെ കാശ് രൂപം വെച്ചുകൊണ്ട് ഉറങ്ങുന്നതിന് ശേഷം ഇതുവരെ ഞാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല. എൻ്റെ കയ്യിൽ തന്നെ, സാധാരണ എന്ത് കയ്യിൽ നമ്മൾ ഉറക്കത്തിൽ വെച്ചെന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് വീണ് പോകാറാണ് പതിവ്. പക്ഷേ ഇത് എൻ്റെ കയ്യിൽ നിന്ന് വീഴാറേ ഇല്ല. ഇന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ ഞങ്ങൾ 2 മണിക്ക് എണീക്കണം. ഞാൻ പറഞ്ഞു, അമ്മ എന്നെ 2 മണിക്ക് തന്നെ എനിക്ക് കൃത്യമായിട്ട് അമ്മ എന്നെ വിളിക്കണം. കൃത്യം 2 മണിക്ക് എന്നെ വന്ന് അമ്മ തട്ടി ഉണർത്തി വിളിച്ച് ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ ദൈവം എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും മുൻപോട്ട് ജീവിതത്തിൽ ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനും എൻ്റെ യേശുവിനും എൻ്റെ മാതാവിനും ആ കാൽപാദത്തിൽ പിടിച്ച് തന്നെയാണ് ഞാൻ ഉറങ്ങുന്നത് എന്ന് ദൈവമേ. എൻ്റെ യേശുവിനെ കാരണം പണ്ട് മറിയ കാൽപാദത്തിൽ, എൻ്റെ യേശുവിൻ്റെ കാൽപാദത്തിന് സ്നേഹിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ, അസറിൻ്റെ സഹോദരി. അതുപോലെ തന്നെയാണ് ഞാൻ ആ പാദത്തിൽ പിടിച്ചാണ് ഞാൻ ഉറങ്ങുന്നത്, ഞാൻ നടക്കുന്നത്. എപ്പോഴും എനിക്ക് പ്രാർത്ഥിക്കാൻ എപ്പോഴും ഒന്നുള്ള എൻ്റെ പിള്ളേരെ, എൻ്റെ 3 മക്കളും ദൈവത്തിനെ സ്നേഹിച്ച് വളരണം. വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ പ്രൊഫഷനിലായിരുന്നാലും അവരെവിടെ സഞ്ചരിച്ചായിരുന്നാലും എൻ്റെ യേശുവിനോടുള്ള സ്നേഹം ദൈവം പരിശുദ്ധാത്മാവിനാൽ അവരുടെ ഹൃദയത്തിൽ നിറച്ചു കൊടുക്കണം. എൻ്റെ ജീവിത പങ്കാളിക്ക് അങ്ങനെ ആരോടും എനിക്ക് വിഷമമില്ല. ഞങ്ങളെ സഹായിക്കാത്തതിലോ നമ്മൾ ആരോടും ശത്രുത കാണിക്കേണ്ട. നമ്മളെ ദൈവം മനുഷ്യരെ മനസ്സിലാക്കി തന്നെയാണ്. കാരണം നമുക്ക് ആരുമുണ്ടെന്ന് എപ്പോഴും നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കേണ്ടത് എൻ്റെ ദൈവത്തിനാണ്. ബിക്കോസ് നമ്മൾ ആ പഴയ നിയമത്തിൽ, ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ ദൈവം പറയുന്നുണ്ട്, ഞാനല്ലാതെ നിനക്ക് മറ്റൊരു ദൈവമില്ല.
കാരണം നീ എന്തിനെങ്കിലും ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ, സ്വത്തിനാകട്ടെ, നിൻ്റെ പദവിക്കാകട്ടെ, നിൻ്റെ എന്തിനെങ്കിലും നീ ഒന്നാം സ്ഥാനം നിൻ്റെ മക്കൾക്കാകട്ടെ, നിൻ്റെ ആൾക്കാർക്കാകട്ടെ നീ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഒന്നാം പ്രമാണ ലംഘനമാണ്. ഞാനാണ് നിൻ്റെ ദൈവം. ആ ദൈവത്തിനെ നമ്മൾ വിളിക്കുക. നമ്മളുടെ കൂടെ നിങ്ങളുടെ എന്ത് പ്രശ്നത്തിന് എൻ്റെ ദൈവം അത്രമേൽ എന്നെപ്പോലെ വേദനിക്കുന്ന, കാരണം എൻ്റെ മകളുടെ വിവാഹം ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് നിയോഗമായിട്ട് വച്ചിരിക്കുകയാണ്. എൻ്റെ അമ്മ ഉടനെ അത് നടത്തിത്തരും. ഇപ്പം തന്നെ വിവാഹം ആലോചിച്ച് തുടങ്ങി. മാതാവ് എനിക്ക് സന്തോഷമായിട്ട് നടത്തിത്തരും, തിരുക്കുമാരനും, അതും എനിക്ക് ഉറപ്പുണ്ട്. ഇതെല്ലാ അനുഗ്രഹങ്ങളും ദൈവം എനിക്ക് തരണം മുൻപോട്ട്. എൻ്റെ ദൈവം എൻ്റെ കൂടെ, ഞങ്ങളുടെ കൂടെ എന്നും എൻ്റെ ദൈവവും യേശുവും ഉണ്ടാകും, എൻ്റെ മാതാവും ഉണ്ടാകും എന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ ഞങ്ങൾ ജീവിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തരും. ഇവിടെ വരാൻ എൻ്റെ ദൈവം എനിക്ക് ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇനി മുന്നോട്ടുള്ള ജീവിതം ആത്മീയ ജീവിതത്തിൽ തന്നെ ജീവിക്കാൻ ദൈവമേ ഒരു പാപത്തിലും ഇനി പോകരുത്, ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനുള്ളൊരു മഹാഭാഗ്യം ദൈവം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.